സ്നേഹമുള്ളവരെ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ നമുക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പാണ്. ഞാൻ ഒരുവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവനിൽ ആശ്രയിക്കുകയാണ്. ഞാൻ ആശ്രയിക്കുന്നവനെ എനിക്ക് വിശ്വാസമായിരിക്കണം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവരാണ്. അബ്രഹാത്തിന്റെ വിശ്വാസം പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ തന്റെ ഏകജാതനായ തന്റെ അരുമസുതനെ ബലി കൊടുക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം ഒരു മടിയും കൂടാതെ ദൈവത്തിന് ബലി കൊടുക്കുവാൻ ആ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. അബ്രഹാം 2 ദാസന്മാരെയും കൂട്ടി കഴുതയുടെ പുറത്ത് വിറകൾ വെച്ച് കെട്ടി. അങ്ങനെ മോറിയ മലയുടെ താഴത്തെത്തിയപ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാം തന്റെ ദാസന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും എന്റെ മകനും കൂടി മലയിൽ കയറി ദൈവത്തെ ആരാധിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങൾ തിരിച്ചു വരും. അബ്രഹാമേ, ഇങ്ങനെയാണോ പറയേണ്ടത്? നീയും നിന്റെ മകന്റെ ശവശരീരവുമായി തിരിച്ചു വരുമെന്നല്ലേ പറയേണ്ടത്? ബലി കൊടുക്കുവാൻ കൊണ്ടുപോകുകയല്ലേ? അബ്രഹാം ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ തിരിച്ചു വരും. അതാണ് അബ്രഹാത്തിന്റെ വിശ്വാസം. ആ വിശ്വാസമാണ് ദൈവം അബ്രഹാത്തിന് വേണ്ടി അവിടെ ബലിക്കുള്ള മൃഗത്തെ കരുതി വെച്ചത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. നിങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവൻ തിരിച്ചു തരും. ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക, പ്രാർത്ഥന മുടക്കരുത്. കർത്താവിൽ വിശ്വസിക്കുക. ദൈവം കൂടെ ഉണ്ടെന്നേ. ദൈവം അനുഗ്രഹിക്കട്ടെ.